ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അന്നാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനും നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം എരിവ് താല്പര്യമില്ലെങ്കിൽ കശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് നീരൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇവിടെ വയ്ക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പകരം വെളിച്ചെണ്ണ തന്നെ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കിയതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 സവോള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് സവോള നന്നായിട്ട് വഴണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ നിറത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ഒരു സവോളയൊക്കെ വഴറ്റിയെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത്രയും മതിയാവും. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് പിന്നെ ജസ്റ്റ് ആ പാത്രം ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ വെച്ച പാത്രം ഒന്ന് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി പെരണ്ടിരിക്കുന്ന പരുവാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. നമുക്കറിയാം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഈ ഒരു ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. ആ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വരും. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒട്ടും ഗ്രേവി വേണ്ട എങ്കിൽ ഈ ഒരു സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണം, ഇതിപ്പം ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അല്പം കൂടി ഒന്ന് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കിയിടാം. ഇനി നമ്മൾ കുറേ സമയം കുക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഇരുന്ന് തന്നെ ഇച്ചിരിയും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഞാനൊന്ന് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ തീ ഓഫാക്കി അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരുവേ.
അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ, സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്